ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് ഡി ബിയുടെ എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ഫേസ് ഡി ബി എല്ലാ വീടുകളിലും വെക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ചൂട് കാര്യങ്ങൾ കൂടുന്ന സമയത്ത് 2 AC 3 AC ഒക്കെ നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകേണ്ടതാണ്. കാരണം സിംഗിൾ ഫേസിൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന വാട്ട്സ് 5000 വാട്ട്സ് ആണ്. അതിന് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓവർലോഡ് വരുന്ന സമയത്ത് ലോഡ് കൂടുതൽ വരുമ്പോൾ നമ്മൾ 3 ഫേസിലേക്ക് മാറ്റേണ്ടതായിട്ട് അത്യാവശ്യം വരും. ഇപ്പോൾ 3 ഫേസാണ് നമ്മൾ വരുന്നത്. 3 ഫേസായിട്ട്, അതായത് RYB വരുന്നുണ്ട്, പിന്നെ ഒരു ന്യൂട്രും വരുന്നുണ്ട്. അത് നേരെ ഒന്ന് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. 63 ആംസിൻ്റെ ഐസൊലേറ്ററിലേക്കാണ് ഏറ്റവും ആദ്യം കണക്ഷൻ വരുന്നത്. KSEBയിൽ നിന്ന് നേരിട്ട് മീറ്റർ ബോക്സിലേക്ക് വരുന്നു. മീറ്റർ ബോക്സിൽ നിന്നും നേരെ പറയുന്ന നമ്മുടെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. അതിന് മുന്നേ നമ്മൾ മീറ്ററിൽ ടച്ച് ചെയ്യുന്നതിന് മുന്നേ ഫ്യൂസ് യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്യൂസ് യൂണിറ്റ് വഴിയാണ് ഈ പറയുന്ന ഐസൊലേറ്ററിലേക്ക് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്ന് ELCBയിലേക്ക് വരുന്നു. ELCBയിൽ നിന്ന് നേരെ നമ്മൾ ഈ പറയുന്ന 3 സെലക്ടറിലേക്കാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ സെലക്ടറുള്ള DB യൂസ് ചെയ്യാം, സെലക്ടർ ഇല്ലാത്ത DB യൂസ് ചെയ്യാം. ഇതിപ്പോൾ സെലക്ടറുള്ള DB ആണ്. അപ്പോൾ എൻ്റെ ഓരോ ഗുണം, രണ്ടിനും 2 ഗുണങ്ങളാണ്. മുകളിൽ 3 സെലക്ടറുകൾ വരുന്നതുകൊണ്ട് ഓരോ സെലക്ടറിൽ നിന്നും ഓരോ ഫേസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സെലക്ടറിൽ നിന്ന് നമ്മൾ ഒരു ഫസ്റ്റ് ഫേസ് റെഡ് എന്ന് പറയുന്ന ഫേസ് സെലക്ട് ചെയ്ത് ആദ്യത്തെ സെക്ഷനിലേക്ക് കൊടുത്തു. പിന്നെ രണ്ടാമത് നമുക്ക് Y എന്ന് പറയുന്ന ഫേസ് സെലക്ട് ചെയ്ത് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കൊടുത്തു. മൂന്നാമത്തെ സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് മൂന്നാമത്തെ സെക്ഷനിലേക്ക് കൊടുത്തു. ഈ LCB നിങ്ങളൊന്ന് നോക്കി അറിയാൻ പറ്റും. ELCB RCCB ആണ് നമ്മൾ കൊടുക്കുന്നത്. 2 ഇവിടെ കൊടുത്തിരിക്കുന്നത് 63 ആംസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടെസ്റ്റ് ബട്ടൺ കണ്ടോ, മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് അത് നമ്മൾ അമർത്തി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ELCB അല്ലെങ്കിൽ RCCB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല, അത് ജാം ആവാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഒരു മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും അത് ടെസ്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവണം. ട്രിപ്പ് ആയില്ലെങ്കിൽ നമുക്കത് കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. കാരണം ELCB അല്ലെങ്കിൽ RCCB നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ട്രിപ്പ് ആവാതിരുന്നാൽ നല്ലൊരു അപകടങ്ങളായിരിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, 2 ടൈപ്പുള്ള TVയിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. TPN DB, അതായത് നമ്മൾ സെലക്ടറുള്ള ടൈപ്പ് ഉണ്ട്, സെലക്ടർ ഇല്ലാത്ത ടൈപ്പ് DB വരുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെലക്ടറുള്ള ടൈപ്പ് DB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആംബിയറുകൾ, ഐസൊലേറ്ററിൻ്റെ ആംബിയർ 63 ആംസ്, RCCBയുടെയും അതുപോലെ തന്നെ RCCB ELCB ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ആംബിയർ നമ്മൾ എടുത്തിരിക്കുന്ന 63 ആംസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ELCB സാധാരണ RCCB നമ്മൾ ഉപയോഗിക്കുക 30 മില്ലി ആംബിയറിലാണ് കട്ട് ഓഫ് വരുന്ന, എർത്ത് ലീക്കേജ് കറണ്ട് വരുന്ന ആംബിയറുകളാണ് നോർമൽ ലെവലിൽ വരുന്ന RCCBയിലാണ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 3 ഫേസും ഒരു ന്യൂട്രുമാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ ആ ഫേസ് സെലക്ട് ചെയ്ത് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഫേസ് DB യൂസ് ചെയ്യുന്നത്. പക്ഷേ TPN DBയിൽ നമുക്ക് ആ ഓപ്ഷൻ കിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു ഫേസ്, അതായത് KSEBയിൽ നിന്ന് നമ്മൾ 3 ഫേസ് എടുത്താൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ ആ സെക്ഷനിൽ വരുന്ന, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റൂം കൊടുത്തിരിക്കുന്നത് ഒരു ഫേസിലായിരിക്കും, 6 എന്ന് പറയുന്ന ഫേസിലായിരിക്കും. കിച്ചൺ കൊടുത്തിരിക്കുന്നത് Y എന്ന് പറയുന്ന ഫേസിലായിരിക്കും. അപ്പോൾ 6 എന്ന് പറയുന്ന ഫേസ് ഓൾറെഡി ഉണ്ട്, Y എന്ന് പറയുന്ന ഫേസ് അവിടെ ഇല്ലെങ്കിൽ കിച്ചണിൽ കറണ്ട് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം അതാണ്. അപ്പോൾ നമ്മൾ സെലക്ടർ ടൈപ്പ് DB ഉപയോഗിക്കുന്നതാണ്, വീടുകളിൽ സെലക്ടർ ടൈപ്പ് DB ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എല്ലാവരും സംശയം ഉണ്ട്, അപ്പോൾ ഓവർലോഡ് വരില്ലേ എന്ന്. തൽക്കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ മാർഗ്ഗമില്ലാതെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ സെലക്ടർ ടൈപ്പ് DB വീടുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.